ഒരു രക്ഷയുമില്ല. ഈ വർഷത്തെ ആദ്യ ഹിറ്റടിച്ച് വിശാൽ. ഗ്രാൻഡ് കംബാക്ക് എന്നാണ് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത്. ബോക്സ് ഓഫീസിൽ അടിച്ചുകയറി വിശാലിന്റെ മദഗജരാജ. അതെ, തമിഴ് സിനിമാ ലോകത്ത് എന്നും അതിശയങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ്. എപ്പോഴും സിനിമാ പ്രേമികൾക്ക് ആവേശം നിറഞ്ഞ കാര്യം തന്നെയാണ് അവിടുത്തെ ഓരോ റിലീസും. എന്നാൽ ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ച് പുത്തൻ പടങ്ങളുടെ കൂട്ടത്തിൽ റിലീസ് ചെയ്തു വരുന്ന ചിത്രങ്ങളും ഹിറ്റടിക്കാറാണ് പതിവ്. അത് വലിയ ചർച്ചയുമാകാറുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒന്നാണ് മദഗജരാജ. 12 വർഷത്തോളം പെട്ടിയിലിരുന്നെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ നേട്ടം കൊയ്യാൻ ചിത്രത്തിന് സാധിച്ചു. പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തിയത്. ഇപ്പോൾ കോടികളാണ് ചിത്രം സ്വന്തമാക്കുന്നത്. എന്തായാലും ചിത്രം വിജയമായിരിക്കുകയാണ്. വെറും വിജയമല്ല, സൂപ്പർ ഹിറ്റാണ്. വിശാലിനെ നായകനാക്കി സുന്ദർ സി സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി ചിത്രമാണ് മദഗജരാജ. ഷൂട്ട് കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് തുടക്കം മുതൽ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം സിനിമകളുമായി പരാജയത്തിലായിരുന്ന വിശാലിന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രത്തിലൂടെ സംഭവിച്ചത്. ബോക്സ് ഓഫീസിലും ചിത്രം വലിയ കുതിപ്പാണ് നേടുന്നത്. റിപ്പോർട്ട് പ്രകാരം ചിത്രം 33 കോടിക്ക് മുകളിലും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നുമാണ് ഇത്രയധികം നേടിയത്. അതേസമയം ആഗോള കളക്ഷൻ കൂടി ചേർത്ത് വെക്കുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ 38 കോടിയും കടന്നുവെന്നാണ് പറയുന്നത്. ഇത് ഇനിയും ഉയരും. മികച്ച കളക്ഷനാണ് ഓരോ ദിവസവും സിനിമയ്ക്ക് ലഭിക്കുന്നത്. ആദ്യ ദിനം 3 കോടി സ്വന്തമാക്കിയ ചിത്രം പിന്നീടുള്ള ദിവസങ്ങളിൽ 6 കോടിയോളം നേടി ഞെട്ടിച്ചു. 15 കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ലാഭമാണ് നിർമ്മാതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. 27 കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തു. ആദ്യ ദിനം തന്നെ 3 കോടിയായിരുന്നു വാരിയത്. പെട്ടിയിൽ കിടന്ന് പൂപ്പൽ പിടിച്ചില്ല എന്നാണ് പ്രേക്ഷകർ സിനിമ കണ്ടു പറയുന്നത്. രണ്ടാം ദിനം 3 കോടിയും 3-ാം ദിനം 6 കോടിയും ചിത്രം നേടിയിരുന്നു. പിന്നെ വിശാൽ സിനിമയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നില്ല. 4-ാം ദിവസവും 5-ാം ദിവസവും പിന്നീട് എല്ലാ ദിവസവും കോടികൾ തന്നെയാണ് സിനിമ നേടിയത്. കോമഡി സീനുകൾ സിനിമയുടെ പ്രത്യേകതയാണെന്നും വിശാലിന്റെ ഫൈറ്റുകൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്നും പ്രേക്ഷകർ ഒരുപോലെ പറയുന്നു. 2013 പൊങ്കൽ റിലീസായാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അന്ന് പൊങ്കൽ റിലീസായി വിശാലിന്റെ സമ്മറാണ് എത്തിയത്. പിന്നീട് 2013 സെപ്റ്റംബറിൽ റിലീസ് തീരുമാനിച്ചെങ്കിലും നിർമ്മാണ കമ്പനിക്കെതിരായ കേസിനെ തുടർന്ന് അതും നടന്നില്ല. ഒടുവിൽ 2025 പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തിയതും കോടികൾ വാരിയതും. നിരവധി പരാജയ സിനിമകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ വിശാലിന്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണിത്. പക്ഷേ സിനിമയുടെ വിജയം മാത്രമല്ല സോഷ്യൽ മീഡിയയും ആരാധകരും ഏറ്റെടുത്തത്. ചിത്രത്തിന്റെ വിജയാഘോഷത്തിനിടെ അവശനായ വിശാലിനെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ സിനിമയ്ക്ക് വേണ്ടി ആരോഗ്യം വീണ്ടെടുത്ത് ചുറുചുറുക്കോടെയാണ് വിശാൽ തിരിച്ചെത്തിയത്. എന്തായാലും സിനിമ ഹിറ്റായതുപോലെ വിശാലിന്റെ തിരിച്ചുവരവും സൂപ്പർ ഹിറ്റാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.